എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രം എമ്പുരാൻ റിലീസാവുന്ന വിവരം എല്ലാവരും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പടം റിലീസാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് പല പല ലൊക്കേഷനുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു 3-4 സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ പടം എമ്പുരാനാണ്. അപ്പം നാളെ നമ്മുടെ ലാലേട്ടൻ്റെ ഈ ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ആ ഒരു ബിഗ് സ്ക്രീനിൽ ആരെ കാണിക്കുമെന്ന് പറയാൻ. എന്തിനു പറയണം, ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയ ആസിഫുള്ള ചിത്രത്തിൽ ഒരു ചേച്ചിക്ക് കണ്ടില്ലേ, ഡയലോഗ് ഉണ്ടായിട്ട് പോലും ആ ഒരു സിനിമ വരുമ്പോൾ ആ ചേച്ചിയുടെ ഭാഗം കട്ട് ചെയ്തു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ എന്നെ പോലൊരു കലാകാരൻ ആ ഫ്രെയിമിൽ വരുമോ വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതൊരു ക്യാമറമാൻ്റെ ഒരു കഴിവാണ്. പിന്നെ അതിന് എഡിറ്റിങ് വരുമ്പോൾ എന്താ സംഭവിക്കുള്ളത് അത് വേറൊരു സംഭവമാണ്. അപ്പോൾ ഈ സിനിമയിൽ വരുന്ന ആൾക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്യുക തന്നെയാണ്, അത് അന്ന് ഇന്ന് എന്നും. പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ച് ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ ഭാഗമാവാൻ സാധിച്ചതുള്ളതാണ് വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ഈ ലാലേട്ടൻ്റെ ചിത്രം തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഈ ഒരു പടം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാം. ഈ ഒരു പടം വൻ വിജയമാക്കി തീർക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ വീണ്ടും നിങ്ങളുടെ അതിലേക്ക് എത്തും. നിങ്ങളെ ഒരു സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിന് വിടവാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തേനോ.